കഴിഞ്ഞ ദിവസം പാറ്റകളുടെ സമരത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷവും അതിനു മുമ്പും ഞാൻ പത്രങ്ങളിലെല്ലാം നോക്കുന്ന സമയത്ത് ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തിൽ ആരും സംസാരിച്ച് കാണുന്നില്ല. അതിനാലാണ് ഈ വിഷയം വീണ്ടും ഞാൻ എടുത്ത് സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുന്നത്. പാറ്റകളുടെ സമരം പ്രധാനമായും വന്നത് നീറ്റ് പരീക്ഷയുമായി ചേർന്നിട്ടുള്ള വിഷയത്തിലാണ്. 23 ലക്ഷം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതി. അതിൽ പരീക്ഷ ചോദ്യപേപ്പർ കുറച്ച് ആളുകളിലേക്ക് പോവുകയും ഏകദേശം 20 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു വലിയ ഇഷ്യൂവിലാണ് ഈ പാറ്റകളുടെ സമരം ഇത്രയും വിജയപ്രദമാകാനുള്ള കാരണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ഇനിയും അത് നല്ല നേതൃത്വം പുതിയ തീരുമാനങ്ങളെടുത്ത് വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരണം. ഈ പാറ്റകളുടെ സമരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ ഒരു വിഷയം മാത്രമാണ് ഞാൻ ഇന്ന് കൂടുതലായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. തുടർന്നും ഓരോ വിഷയത്തിൽ സംസാരങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇവിടെ എക്കണോമിക് തിയറി നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, സ്കേഴ്സിറ്റി ഉണ്ടാവുന്നത് ഡിമാൻഡിന് തുല്യമായി സപ്ലൈ ഇല്ലാതിരിക്കുമ്പോഴാണ്. ഈ വിദ്യാഭ്യാസ സീറ്റുകൾ MBBSന് കുട്ടികൾ ആഗ്രഹിക്കുന്ന 23 ലക്ഷം കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് 1,30,000 സീറ്റേ ഉള്ളൂ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ഒരു പട്ടിണി പാവങ്ങളുടെ നാടായിരുന്നു. ഇന്ത്യയിൽ ഒരു നേരം ആഹാരം കഴിക്കാത്ത ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. LP സ്കൂളുകളിൽ അമേരിക്കയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ആഹാരം കൊണ്ടുവന്ന് ഗോതമ്പും അതുപോലെ തന്നെ റവയും അതുപോലെ മറ്റ് പല സാധനങ്ങളും സ്കൂളുകളിൽ കൂടെ സപ്ലൈ ചെയ്ത് പട്ടിണി പാവങ്ങളായ കോലങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഭക്ഷണം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. അവിടെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി കൃഷി വിപ്ലവം വന്ന് ഇന്ന് ഇന്ത്യ ആഹാര സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി. ആവശ്യങ്ങൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രശ്ന പരിഹാരങ്ങൾ നോക്കുന്നത്. ഇന്നും ഇന്ത്യയിൽ 144 കോടി ജനങ്ങളിൽ ഏകദേശം 80 കോടി ജനങ്ങൾ റേഷനരി വാങ്ങിച്ചാണ് അല്ലെ റേഷനരി തിന്നാണ് ജീവിക്കുന്നത്. 80 കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ BPL തലത്തിൽ ഇപ്പോൾ കേരളത്തിൽ വന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദാരിദ്ര്യ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിഞ്ഞ സർക്കാർ നല്ലൊരു പ്രോജക്റ്റായിരുന്നു. അതിദാരിദ്ര്യരെ കണ്ടെത്തി അതിദാരിദ്ര്യം ഇല്ലാത്തൊരു നാടായിട്ട് കേരളത്തെ മാറ്റാനുള്ള ഒരു ശ്രമം. ഇന്ന് ഏറ്റവും കുറവ് പട്ടിണി പാവങ്ങൾ ഉള്ള അല്ലെങ്കിൽ പട്ടിണി ഇല്ലാത്ത നാട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയാണ്. എങ്ങനെയാണ് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിയത്? ഈ ഒരു നിലവാരത്തിൽ കേരളം എത്തിയോ? ഇല്ല. ഇന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആഹാരം, കഴിഞ്ഞ ദിവസത്തെ വിവാദമായിരുന്നല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യുവജന സംഘടന ആഹാരം കൊടുക്കുന്ന, ഒരു നേരത്തെ ആഹാരം, ഉച്ചയ്ക്ക് ആഹാരം, പൊതിച്ചോറ് കൊടുക്കുന്ന വിവാദമായി. ഇപ്പോൾ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പൊതിച്ചോറ് കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ ഈ പൊതിച്ചോറ് വാങ്ങാൻ വരുന്ന ആളുകൾ സാമ്പത്തികമുള്ളവരല്ലല്ലോ, ഇല്ലാത്തവരല്ലേ. ഇന്നും ഈ സർക്കാരിൻ്റെ പൊതിച്ചോറിൻ്റെ പുറകിൽ ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ തെളിവ്. ഇവിടെ ഒരു സമൂലമായ പരിവർത്തനം വരണം. ഇവിടെയാണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ന് ഇന്ത്യ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ 195 രാജ്യങ്ങളിൽ ഏതാണ്ട് 165 സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യൻ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 2,00,000-2.25 ലക്ഷം രൂപയാണ് ഒരാളുടെ ആവറേജ് ഒരു വർഷത്തെ വരുമാനം. ആ 2.25 ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 20,000 രൂപ വരുമാനം. ആ 20,000 രൂപ വരുമാനത്തിന് താഴെ ഇന്ത്യയിലെ 72 കോടി ജനങ്ങൾ ജീവിക്കുന്നു. 144 കോടി ജനങ്ങളിൽ ആവറേജ് എന്ന് പറയുമ്പോൾ 72 കോടി ജനങ്ങൾ മാസം 20,000 രൂപയ്ക്ക് വരുമാനത്തിൽ താഴെ താമസിക്കുന്നു. സർക്കാർ ഈ അതിദാരിദ്ര്യ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കുറവിൽ നിൽക്കുന്ന ആളുകളെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവേണ്ടത്. ഇതിനുവേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക? ഇത് നമ്മൾ എല്ലാ സർക്കാരുകളും
ചിന്തിക്കേണ്ട വലിയൊരു കാര്യം. എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം? ഇന്ന് ഈ പാറ്റകളുടെ സമരം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. ഏകദേശം 6 കോടി, ഇന്നലെ ഞാൻ കണക്കെടുത്തപ്പം 6,50,00,000 തൊഴിലവസരങ്ങൾ. ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ 2.5 കോടി ജനങ്ങളാണ്. 18 വയസ്സിന് 2.5 കോടി, അങ്ങനെ 5 വർഷം, 18, 19, 20, 21, 22, 23, 5 വർഷം എടുത്തു കഴിഞ്ഞാൽ 2.5 കോടി നോക്കിക്കഴിഞ്ഞാൽ 12.5 കോടി കുട്ടികളുണ്ട്. അതിൽ 6.5 കോടി കുട്ടികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ പ്രോജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 വിദ്യാർത്ഥികളുള്ള ഒരു മെഡിക്കൽ കോളേജ് കൊടുത്താൽ 1500 പേർക്ക് ഡയറക്റ്റ് അവിടെ തൊഴിലവസരം കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. പണ്ട് കാലത്ത് 15 വർഷത്തിന് മുമ്പുള്ള, അത് മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പുള്ള കോലഞ്ചേരി ഹോസ്പിറ്റൽ, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. മെഡിക്കൽ കോളേജ് പുതുതായിട്ട് വന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രണ്ട് ഓപ്പറേഷൻ മാറി. 4 or 5 ക്യാൻറ്റീനുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, നേഴ്സുമാർ എല്ലാം ഉള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഇന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ മാറിക്കഴിഞ്ഞു. അതുപോലെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും മെഡിക്കൽ കോളേജുകൾ കൊടുക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകൾ കൊടുക്കാനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുക. കൈക്കൂലി ഇല്ലാതെ മെഡിക്കൽ കോളേജ് കൊടുക്കാനുള്ള ഒരു നിയമം സർക്കാർ പാസ്സാക്കുകയാണ് എങ്കിൽ ഏകദേശം 6.5 കോടി തൊഴിലവസരമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധിക്കുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ 1500 പേർക്ക് തൊഴിലവസരം ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് 5000 അല്ലെങ്കിൽ 3500 പേർക്ക് ഏറ്റവും കുറഞ്ഞ തൊഴിലവസരം ലഭിക്കും. അതോടൊപ്പം തന്നെ ആ നാട്ടിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുക. ഇവിടെ 23 ലക്ഷം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട് എങ്കിൽ ഈ 23 ലക്ഷം കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ മാറ്റം 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ മാറ്റം ഉണ്ടാവണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് MBBSൻ്റെ സീറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇവിടെ സ്കേഴ്സിറ്റി ഉണ്ടാക്കി ആളുകളെ കുറച്ച് പേരുടെ കയ്യിലേക്ക് ധാരാളം പൈസ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് സാമ്പത്തികമുള്ള കുട്ടികൾ ജോർജിയയിലും റഷ്യയിലും ചൈനയിലും ഉക്രൈനിലും മറ്റു യൂറോപ്യൻ കൺട്രീസിലും എല്ലാം തന്നെ MBBSന് വേണ്ടി പഠിക്കാനായിട്ട് പോവുക. ഇവരെ നമുക്ക് തടയാൻ പറ്റില്ല. ഈ കുട്ടികൾ പോകുന്നവർ പുറത്തേക്ക് പോയിക്കോട്ടെ, പക്ഷേ വിദേശ വിദ്യാർത്ഥികളെ ഏറ്റവും ചീപ്പായിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ 20 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ പോകുമ്പോൾ 20 ലക്ഷം കുട്ടികൾക്ക് നീറ്റ് പരീക്ഷ 20 ലക്ഷം MBBS സീറ്റ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 150 സീറ്റ് ഒരു മെഡിക്കൽ കോളേജ് എന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം 13,000 മെഡിക്കൽ കോളേജ്. ഒരു സ്റ്റേറ്റിൽ 450 മെഡിക്കൽ കോളേജും കൂടെ ഉണ്ടാവണം. ഞാൻ 1980 കർണാടക സ്റ്റേറ്റിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. കർണാടക സ്റ്റേറ്റിൽ B.Ed കോളേജുകൾ ധാരാളമായിരുന്നു. നേഴ്സിംഗ് കോളേജുകൾ, അത് 1980 ആലോചിക്കണം. നേഴ്സിംഗ് കോളേജുകൾ ധാരാളമായിരുന്നു. LLB സീറ്റുകൾ ധാരാളമായിരുന്നു. JSS ലാ കോളേജ് ഹുബ്ലിയിൽ LLBക്ക് സീറ്റ് 300 സീറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 200 സീറ്റ് 250 സീറ്റ് മാത്രമേ ഫില്ലാവത്തുള്ളൂ. ഇന്നും കേരളത്തിലെ വിദ്യാർത്ഥികൾ കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയാണ് പഠിക്കുന്നത്. ഞാൻ കർണാടക സ്റ്റേറ്റിൽ പഠിച്ച ആളാണ്. എൻ്റെ വൈഫ് B.Edന് വേണ്ടി കർണാടകയിൽ പോയി പഠിച്ചതാണ്. എൻ്റെ മകൻ ഗോവയിലാണ് പഠിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കേരളത്തിൽ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ലിബറലൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്, ആർട്സ് കോളേജുകൾ ലിബറലൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. ഇവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്ന അവസരങ്ങൾ, തൊഴിൽ ലഭിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ ഉണ്ട്. ആയതിനാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും MBBS സീറ്റ് കൊടുക്കത്തക്ക വിധത്തിൽ ഇന്ത്യയിൽ ഒരു സമൂല പരിവർത്തനം ഉണ്ടാവുകയാണ് എങ്കിൽ 6.5 കോടി തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ചോദിക്കുന്ന എല്ലാവർക്കും മെഡിക്കൽ കോളേജുകൾ കൊടുക്കുക. എല്ലാ ഹോസ്പിറ്റലുകളോട് ചേർന്ന ഇത്ര ബെഡ് 100 ബെഡുള്ള എല്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ് കൊടുക്കാവുന്നേ ഉള്ളൂ. 100 അല്ലേ 200 അല്ലേ 300, നിയമം എത്രയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കോതമംഗലത്ത് തന്നെ നമുക്ക് 2 മെഡിക്കൽ കോളേജ് കൊടുക്കാം. കാരണം ധർമ്മപുരി ഹോസ്പിറ്റലിൽ ചേർന്ന് മെഡിക്കൽ കോളേജ് കൊടുക്കാം, ബെസേലിയസ് കോളേജിനോട് ചേർന്ന് മെഡിക്കൽ കോളേജ് കൊടുക്കാം. മൂവാറ്റുപുഴയിൽ നിർമ്മല മെഡിക്കൽ മിഷനോട് ചേർന്നിട്ട് മെഡിക്കൽ കോളേജ് കൊടുക്കാം. അതുപോലെ തന്നെ രാജഗിരിക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാം, പെരുമ്പാവൂർ മെഡിക്കൽ കോളേജ് കൊടുക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും, അപേക്ഷിക്കുന്ന എല്ലാവർക്കും മെഡിക്കൽ കോളേജ് കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇത്
ഒരു സ്വകാര്യ വ്യക്തിയെ മുതലാളിയാക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ രാജേരി ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അവിടെയുള്ള ഫെസിലിറ്റി, ആ CMA അച്ഛന്മാരുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് അത്ര വലിയൊരു ഫെസിലിറ്റി അവിടെ കിട്ടി ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ മെഡിസിറ്റി, പാല മെഡിസിറ്റിയിൽ ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ തന്നെ നമുക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കുക, സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് കൊടുത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളെ വർദ്ധിപ്പിക്കുമ്പം 20 ലക്ഷം വിദ്യാർത്ഥികളെ, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കത്തക്കത്തുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാം. ഇന്ത്യ പെർ ക്യാപിറ്റ ഇൻകത്തിൽ 160-ാം സ്ഥാനത്ത് നിന്ന് മിനിമം ഒരു 100-ാം സ്ഥാനത്തേക്ക് 5 വർഷത്തിനുള്ളിൽ എത്തണം. 10 വർഷത്തിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 2047, ഇന്നിപ്പോൾ 2026, 2047 ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾ ഒന്നാമത് എത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നൂതന ആശയങ്ങൾ, അതിൽ സ്വകാര്യ വ്യക്തികളുടെ, സ്വകാര്യ സംരംഭങ്ങളുടെ, സ്വകാര്യ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൂടുതലായി മെഡിക്കൽ കോളേജ് കൊടുക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. 1947 ഇന്ത്യ, 1947 ചൈന, ഇന്ന് ചൈന എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇനിയെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കുക. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി എല്ലാവരും സംസാരിക്കാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷപ്രദമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷപ്രദമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 6 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയയാണ് പെർ ക്യാപിറ്റ ഇൻകം. രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ് കൈക്കൂലി ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം. സർക്കാർ എംപ്ലോയീസിന് 50,000, 1 ലക്ഷം, 2 ലക്ഷം രൂപ വരെ സാലറി കിട്ടുമ്പോഴും 1000 രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ ആ വ്യക്തിക്ക് തൊഴിലില്ലാതെ കളയുക, ഒരു ബെനിഫിറ്റുകളും കൊടുക്കാതെ, അതായത് ആ വ്യക്തിക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല, തൊഴിലിൽ നിന്ന് പിരിച്ചുവിടണം. കൈക്കൂലി വാങ്ങുന്നതിനെ ഒരു വലിയ ക്രിമിനൽ കുറ്റമായിട്ട് നിയമം മാറ്റി എഴുതുകയാണെങ്കിൽ സ്വകാര്യ സംരംഭങ്ങളെ ഇന്ത്യയിൽ വന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കുകയാണെങ്കിൽ, അതുപോലെ ധാരാളം ആശയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ ഇന്ന് പാറ്റകളുടെ സമരവും ഇതുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വിഷയം മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ പെർ ക്യാപിറ്റ ഇൻകം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തണം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 20 കൺട്രീസ് എടുക്കുക ഹാപ്പിനെസ് ഇൻഡെക്സിൽ. ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കാൻ തയ്യാറാകുക. ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് മത നേതൃത്വങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുക. ഓരോ മത നേതൃത്വവും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ ഒരു സ്വർഗമാക്കി മാറ്റാം. ഗോഡ്സ് ഓൺ കൺട്രിയാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ സാധിക്കും.